അപ്പം നാളെ രാവിലെ ഒരു ചായൻ്റെ കടിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗ്ലാസ് പച്ചരി ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പൊതിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ കടലപ്പരിപ്പ്, 3 തരം പരിപ്പാണ് വേണ്ടത്. കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, ചെറുപയറിൻ്റെ പരിപ്പ്. ഇത് കടലപ്പരിപ്പാണ്. 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, 1/2 ഗ്ലാസ് കടലപ്പരിപ്പിലിട്ട് കൊടുക്കാം. അതുപോലെ തോരപ്പരിപ്പാണ് രണ്ടാമത് ഇടുന്നത്. തോരപ്പരിപ്പ് 1/2 ഗ്ലാസ്. ചെറുപയർ പരിപ്പ് 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പൊതിർത്ത് വെക്കുന്നുണ്ട്. നാളെ രാവിലെ അരച്ച് നമുക്ക് ആക്കാം. നാളെ കാണാം. എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. നല്ല തണുപ്പല്ലേ. ഇന്നപ്പോൾ സ്കൂളിലൊന്നും കുഞ്ഞൊക്കെ പോകണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി അവിടെ തന്നെ കടന്നു. ഇന്നലെ പുതിർത്ത് വെച്ച പരിപ്പും അരിയും മറ്റേ ചെറുപരിപ്പ് അങ്ങനത്തെ 3 ഐറ്റംസ് നമ്മൾ പുതിർത്തിയിട്ടേ അതൊന്ന് കഴുകി നല്ല വൃത്തിയാക്കട്ടെ. അപ്പം ഈ നാട്ടിലൊന്നും അരക്കുന്നില്ല. സമയം കുറേ വൈകി. ഇപ്പം ചായ കുടിക്കാൻ വരും എല്ലാവരും. വേഗിയിലൊന്നും അരക്കും. ചായയായിട്ടേ 5-6 മിനിറ്റ് ചെയ്യുമ്പോണ്ടായിട്ടാടാ അതെല്ലാം പന്നി കുത്തി കളിച്ചിട്ടാ വെറുതെ നട്ടു. എന്നാ കടിയാക്കുന്നത് നീ? ഓ അതെയല്ലേ. പിന്നെ പന്നി എന്താ വെച്ചക്കല്? നിങ്ങൾക്ക് വേറെ പണിയില്ല ആടെങ്കിലും കൊണ്ടുങ്ങാണ്ട. ഞാൻ ഉണ്ടല്ലോ ഒരു ചിന്താമണി അപ്പാക്കേന്ന്. നോക്കട്ടെ എങ്ങനെയാവുന്നു. ചിന്താമണിയപ്പാ എന്റെ ദൈവമേ, പാലക്കാട്ടുകാരിലാക്കണപ്പല്ലേ അത്. നീക്ക് ആവുമോ അതാക്കാൻ? ആക്കി നോക്ക്, എന്ത് നോക്കാലോ നമുക്ക്. എന്തായാലും പാലക്കാട് മാത്രമൊന്നല്ല, എല്ലാവർക്കും ആക്കാം. പക്ഷെങ്കിലും പാലക്കാടിന് ഒരു പേരുണ്ട്. അപ്പത്തിന്റെ സ്വന്തം നാടാന്നൊന്നും പാലക്കാടല്ലേ. ചിന്താമണിയപ്പ അല്ലേ? ചിന്താമണിയപ്പ അങ്ങനെ പറയുന്നേ. നല്ല രസമുണ്ടല്ലോ കേക്കാൻ പേര്, ചിന്താമണി. ഇത് കട്ടിയിലരച്ച് അല്ലേ? കട്ടിയിലരക്കണം. ഉപ്പിട്ടോ? ഉപ്പായിട്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആണല്ലോ അല്ലേ? ഹെൽത്തി ആണ്. ചെറിയൊരു പേടിയുണ്ട്. പേടിയുണ്ടാ? ആയില്ലേ? അപ്പം എല്ലാം അരിഞ്ഞായിട്ടുണ്ടേ. അപ്പം ഇതെന്നാ വേണ്ട ഇനി? അപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് ഇതെല്ലാം ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ്, മുളക്, സവാള, ഇഞ്ചി. ഉപ്പിട്ടിട്ടേ നല്ല കൈ കൊണ്ട് മിക്സ് ആക്കുന്നുണ്ടേ. ഉപ്പിട്ടില്ലേ? ഉപ്പിട്ടതാണ് കൂട്ടിലിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കുറേ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ. എന്നാ പിന്നെ നമ്മുടെ ചിന്താമണി അപ്പം നോക്കാം, ആക്കി നോക്കട്ടെ. മറിച്ചിട്ട് നോക്കട്ടെ. വെന്ത് വേവുന്നത്രേ. മറിച്ചിട്ട് പോകണ്ടേ?
വിട്ടെ കട്ടൻ ചായ ഇവിടുന്ന് റെഡി ആവുന്നുണ്ട്. ആയത് പിന്നെ എടുത്തോ. എൻ്റെ പപ്പടം കുത്തി എവിടെയാ അമ്മ ഇല്ലത്? തൊട്ടോക്കട്ടെ. ഇനി ചമ്മന്തി ആക്കണം അല്ലേ? നല്ല ഹെൽത്തി ചമ്മന്തി കൂടെ ആക്കണം. എന്നിട്ട് ചായ പിടിക്കുക. സമയം വൈകിയല്ലോ. വെളിച്ചെണ്ണ കുറച്ചേ വേണ്ടു. ദേശം തടിയാൽ മതി കേട്ടാ. തീ കുറച്ച് വെക്കണം പരമാവധി. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ ചെരുവ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടൽപ്പരിപ്പും ഉഴുന്ന് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പൊരി മാറ്റാം. തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. കരിയുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടുന്ന ചേരുവകൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാന്താരി മുളക്, തേങ്ങ അരച്ചത്, കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മൂപ്പിച്ചത്, അപ്പോൾ പുളി, അതുപോലെ തന്നെ ഉപ്പും ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വറവിടണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക്, വറ്റൽമുളക് വെക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹെൽത്തി ചമ്മന്തിയും കൂടെ വരികയുണ്ട്. ചായ കുടിക്കാം. കട്ടൻ ചായയാണല്ലേ? കട്ടൻ. അപ്പോൾ അച്ഛനമ്മേനെ തറവാട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവുമേ. എന്നാലും നമ്മ ആക്കിയത് അച്ഛൻ നമുക്ക് കൊണ്ടു കൊടുക്കട്ടെ. തറവാട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയുടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അമ്മ ചായ പിടിച്ചു വാ. ചായ പിടിച്ചു. ഇത് നമ്മയാക്കിയത് പലഹാരം. അമ്മയാക്കിയ പലഹാരം ഇത്. അച്ഛനോ? ഇതാ ചമ്മന്തി. ഇതെന്നാ പറയാ? ചിന്താമണി അപ്പം. കഴിക്കറാ. ചമ്മന്തി ഇതാ. ഇതാകട്ടെ ആശ ചമ്മന്തി. അച്ഛനാ കുളിച്ചിട്ട് കഴിച്ചോട്ട്. മതിയാ? ടേസ്റ്റ് നോക്കിയേ. രസമുണ്ടാ? എന്തെല്ലാം കിട്ടിയാ പറയാ? പച്ചരി, പിന്നെ കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ തുവരപ്പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പും. നല്ല ഹെൽത്തിയാണ്. എന്നാ കഴിച്ചേ? അച്ഛൻ കുളിച്ച് കഴിച്ചോട്ട്. രാവിലത്തെ ചായ കുടിക്കലായേ. അപ്പം നമ്മുടെ ചിന്താമണി അപ്പം പറയണേ. എന്നാ അവിടെ വെച്ചോ. മതിയാ? വൈകി തറവാട്ടിൽ നിന്ന് ചായ കുടിച്ചിനി, നഷും കുടിച്ചിനി. അതുകൊണ്ട് ഇവർക്ക് വിശപ്പില്ലാവും കേട്ടാ. ഞാനും കൊടുക്കാം. നവല് കുടിച്ചു. ഇത് നമ്മുടെ ചമ്മന്തി, ഹെൽത്തി ചമ്മന്തി. ചമ്മന്തി ചമ്മന്തി ഉണ്ടേ? ദേശം കൂട്ട്. നല്ല ചമ്മന്തി, അടിപൊളി. വെച്ച് നോക്കിയേ. നല്ല തന്നെയാ? നോക്കിയേ. നമ്മ കഴിച്ചു നോക്കറ. ഇതുണ്ട്. നല്ല തന്നെയാ?
വൈകി എന്താ കഴിച്ചു നോക്കിയേ അല്ല തന്നെ എരിവുണ്ട ചമ്മന്തി കാന്താരി ചമ്മന്തി എരിവുണ്ട് പുളിയുണ്ടെല്ലാം ഉണ്ട്. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ. ഞാൻ നമ്മുടെ കാന്താരി ചമ്മന്തി നോക്കട്ടെ. ആ പരിപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് വൃത്തി കിട്ടുന്നുണ്ട് കേട്ടാ. 3 പരിപ്പിൻ്റെയും നമ്മൾ സൂപ്പർ. ഒന്നും പറയാനില്ല, സംഭവം സൂപ്പറാണ്. നല്ല ഹെൽത്തി ഫുഡല്ലേ. കുഞ്ഞക്കാല ഇതാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ചമ്മന്തി എന്നപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഓക്കെ താത്തോട്ടെ വൈകിയ ഓക്കെ.